എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? വാങ്ങിത്തരാം. നീ ഇവിടെ നിൽക്കേ. നിങ്ങൾ ആരാ? എന്നെ ഒന്ന് വിട്. താനോ? താനെന്താ ഇവിടെ? എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നേ? എന്നെ വെറുതെ വിട്ടൂടെ? പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിന്റെ വീട്ടിൽ പോകാതെ നീ അലക്സിൻ്റെ വീട്ടിലായിരുന്നു അല്ലേ? എനിക്കെല്ലാം അറിയാം. ഇജാലിയ അപ്പോൾ എവിടെയുള്ളത് എന്ന് എനിക്ക് 30 മിനിറ്റ്സിനുള്ള അറിയാം. അവളുടെ ഫോൺ വെച്ച് ട്രാക്ക് ചെയ്. ഓക്കെ സാർ. ഹലോ സാർ, അവളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് സ്ഥലത്ത് ചെന്നപ്പോൾ അവളുടെ ഫോൺ കിട്ടി. ഫോൺ അവളുടെ കയ്യിലല്ല ഉള്ളത്. അത് എവിടെയുള്ള റോഡ് സൈഡിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ നീ അവിടെയുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്ത് അവൾ കയറിയ വണ്ടി നമ്പർ നോക്കി അവളെ പിടിക്കാൻ നോക്ക്. ഓക്കെ സാർ. നമുക്ക് നമ്മുടെ മോനെ കെട്ടിക്കണ്ടേ? വേണല്ലോ, അവനോട് ചോദിച്ചു നോക്കാം, എന്നിട്ട് മതി. അമ്മ അച്ഛ, എന്താ ഇവിടെ ഒരു ചർച്ച? എന്നെ കുറിച്ചാണല്ലോ. അതെ, ഞങ്ങൾക്കിപ്പോ ചർച്ച ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ മക്കളൊന്നും ഇല്ലല്ലോ. അത് എന്റെ കുറ്റമല്ലല്ലോ. അച്ഛനൊന്നും കൂടി നോക്കിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നേനെ. മോനെ വേണ്ട, കുറച്ച് വലുതായെന്ന് കരുതി എന്ത് വിളിച്ച് പറയാൻ നിൽക്കല്ലേ. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതായ കുറ്റം. രണ്ടുപേരും കൂടി അടി കൂടുന്നതൊന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പെണ്ണെ നോക്കുകയാണ്. നീ ഇനിയിപ്പോ വേണ്ട എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതിന് പെണ്ണ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മേ, പെണ്ണൊക്കെ സെറ്റാണ്. ആരാടാ കൊച്ച്? എനിക്കും കൂടി ഒന്ന് കാണിച്ചു തടാ. അതൊക്കെ കാണിച്ചു തരാം. നമുക്കൊരു ദിവസം അവളുടെ വീട്ടിൽ പോവാം, അപ്പൊ കാണാം. അച്ഛന്റെ മോൻ തന്നെ. എന്താടി എനിക്കൊരു കുഴപ്പം? നിനക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാൾ അവിടെ ഇരുന്നാടി കൂടിക്കോ, ഞാൻ പോണു. നിനക്ക് കിട്ടിയോ അവളെ? കിട്ടി. അവളിപ്പോൾ അലക്സിന്റെ കൂടെയാണ്. എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് അവൻ്റെ അടുത്ത് പോയാലേ നിനക്കുള്ളത് ഞാൻ തരാം. നാളെ കോളേജിലേക്ക് പോവാ. അമ്മേ, ഫുഡ് എടുത്ത് വെക്കേ, ഞാൻ പോട്ടെ. ഇരുന്നു. ഫുഡ് കഴിക്ക്. ആൽബിന്ന് ജാലിയ വന്നില്ലേ? ഇല്ല സാർ, അവളിന്ന് വന്നില്ല. അവളിപ്പോൾ അവൻ്റെ കൂടെയാണോ എന്നൊന്ന് പോയി നോക്ക്. അതെ സാർ, അവളിപ്പോൾ അലക്സിൻ്റെ കൂടെ തന്നെയാണ്. അവർ ബീച്ചിലേക്ക് പോവുകയാണ്. ജാലിയ, എന്നെ കുറെയായി നീ ദേഷ്യം പിടിപ്പിക്കുന്നു. പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പൊ എന്റെ പെണ്ണിന് മര്യാദ ഭാഷ സംസാരിക്കാനൊക്കെ അറിയാം. ഈ പെണ്ണ് എന്തിനൊക്കറിയോ? നിന്റെ ചുണ്ടിന്റെയും കഴുത്തിന്റെയും അടിയിലുള്ള ഈ മറുക്ക് കാണുമ്പോണ്ടല്ലോ എന്റെ പൊന്നു മോളെ, എന്റെ കൺട്രോൾ പോവാ. വെറുതെ അല്ല അലക്സ് നിന്റെ പിന്നാലെ നടക്കുന്നത്. അവനൊരാണാണ്, അല്ലാതെ തന്നെ പോലെ പെൺശരീരം മാത്രം ആലോചിച്ച് നടക്കുന്നവനല്ല.
തനിക്കൊന്നും ഒരു പെണ്ണിന്റെ ശരീരത്തിന് വില ഉണ്ടാവില്ല. താൻ അങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടും കാണില്ല. അന്തസ്സും അഭിമാനമുള്ള എന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് ശരിയാ, അന്തസ്സും അഭിമാനമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ ലോകത്ത്. പക്ഷെ അതിനൊന്നും നിന്നെ കൂട്ടാൻ കഴിയില്ല. നീയൊക്കെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ കെട്ടാൻ പോകുന്ന ആളോടെ കിടക്കുന്നതല്ലേ. അതാണല്ലോ നിന്റെ വലിയ അന്തസ്സും അഭിമാനവും ഒക്കെ. അതിനും ഒരു അന്തസ്സുണ്ട്. സ്വന്തം ഭർത്താവാകാൻ പോകുന്ന ആളുടെ കൂടെ, അല്ലാതെ തന്നെ പോലെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കൂടെ അല്ല. പിന്നെ നിന്റെ നാവിന് നീളം കുറച്ചു, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. അതെ, എനിക്ക് നിന്റെ ശരീരം കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിപ്പോ നീ ഇപ്പൊ വേറെ ആരെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണാണോന്നോ അല്ലേന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതെനിക്കൊരു പ്രശ്നവുമല്ല. പിന്നെ ഞാൻ എന്താഗ്രഹിച്ചോ അത് ഞാൻ നേടിയിരിക്കും. അതിപ്പോ പെണ്ണായാലും പണമായാലും. എന്റെ പെണ്ണെ, മിണ്ടാതിരുന്നത് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ നല്ല വേദന സഹിക്കേണ്ടി വരും. വേണ്ട, പ്ലീസ് എന്നെ വീട്. നിർത്തിക്കു ചാലിയ, എന്നെ വിടുമെന്ന് പറിച്ചിൽ. എനിക്ക് ദേഷ്യം വന്ന പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. പ്ലീസ്. അടങ്ങി നിക്കടി, കിടന്ന് പിടക്കാതെ. നല്ല കുട്ടിയായി നിന്നാ എല്ലാം പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ സാറാണെന്ന് കരുതി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത് വിടാനാ പറഞ്ഞേ. നിങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். கூந்தல் நெளிவில் எழில் கோலச்சரிவில், கூந்தல் நெளிவில் எழில் கோலச்சரிவில் கருவம் அழிந்ததடி, கருவம் அழிந்ததடி. இதே அழுத்தம் அழுத்தம், இதே அணைப்பு அணைப்பு, வாழ்வின் எல்லை வரை வேண்டும் வேண்டும், வாழ்வின் எல்லை வரை வேண்டும் വേണ്ടുമേ. ജാലിയാകെ ക്ഷീണിച്ച് അവശയായി കിടന്നുറങ്ങിപ്പോകുന്നു. അത് കണ്ട് ജാസ്പർ അവനെ പുതപ്പ് പുതച്ചു കൊടുക്കുന്നു. നിനക്ക് ഒത്തിരി വേദനിച്ചെന്ന് എനിക്കറിയാം. ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയും തോന്നിയില്ല നിന്നെ സ്വന്തമാക്കാൻ. അതാ, ഏതായാലും നീ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ട്. അവൻ അവളുടെ നെറ്റിയിലൊരു ചുടു ചുംബനം നൽകിക്കൊണ്ട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിപ്പോവുകയാണ്.
ശ്ശോ, ഇതൊന്നും എടുത്ത് മാറ്റാനും പറ്റുന്നില്ല. കിടക്കണുണ്ടില്ലേ? ആ നീ എഴുന്നേറ്റോ? രാവിലെ തന്നെ നല്ല സീനാണല്ലോ. എങ്ങോട്ടാ നീ പോവാൻ നോക്കുന്നേ? ആ എന്റെ കൈ 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 വേദനിക്കുന്നു. വീട് തന്നെ. ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ? പിന്നെ വേണ്ട, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. ഇത് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു തരാം. ആദ്യം നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ, എന്നിട്ട് ഞാൻ കൈവിടും. ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവുക. അതിനും ഇനി തന്നെ സമ്മതം വാങ്ങണോ? ഇനി താനൊന്ന് വന്നു നോക്ക് എന്റെ ശരീരത്തിൽ തൊടാനായിട്ട്. ആടി, നീ ഇന്നൂത്തിൽ എന്ത് ചെയ്യുവാണെങ്കിലും എന്നോട് ചോദിക്കണം. അതിപ്പോൾ ഫ്രഷ് ആവാൻ പോവുകയാണെങ്കിലും ഡ്രസ്സ് ഇടാൻ പോവുകയാണെങ്കിലും ഇപ്പോൾ എൻ്റെതാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല, നിന്നെ ഞാൻ കെട്ടുകയും ചെയ്യും, നീ എൻ്റെ കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യും. അത് ഈ ജാസ്പറിൻ്റെ വാക്ക്. ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. എന്തേ? കെട്ടാനും പ്രസവിക്കാനും ഒക്കെ നിന്റെ മറ്റാളില്ലേ? നോക്കിക്കോ, എന്നെ കിട്ടില്ല അതിനൊന്നും. ഉമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു തരാം. നീ തന്നെയാണല്ലോ എൻ്റെ മറ്റവൾ. അതുകൊണ്ട് നീ തന്നെ എൻ്റെ കൂടെ കിടക്കും വേണം, എൻ്റെ കുട്ടികളെ പ്രസവിക്കും വേണം. ഒരു 5-6 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ക്ഷീണിച്ചു. അപ്പം എൻ്റെ ശരിക്കുള്ള സ്വഭാവം എടുത്താൽ നീ ബെഡിൽ നിന്ന് പോലും എണീക്കില്ലല്ലോ. പൊയ്ക്കോ അവിടുന്ന്. 4-5 റൗണ്ട് നിന്റെ ശരിക്കുള്ള സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാം. എനിക്കിപ്പൊ തന്നെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ എനിക്കൊന്ന് ഫ്രഷ് ആവണം. എന്നെ ഒന്ന് വിട്ടേ. നിന്നെ ഞാനിപ്പോൾ വിടാം, പക്ഷെ നീ ഇപ്പം ഈ അവസ്ഥയിൽ എങ്ങനെ ഫ്രഷ് ആവാൻ പോകും? ആ എന്ത് വേദന ഇത്! മൊത്തം കാണിച്ചു വെച്ചേക്കും നോക്കി. ആ മേലൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ വയ്യ. ഞാൻ പെയിൻ കില്ലർ ടാബ്ലറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് പോയി കഴിക്കുക. എനിക്കിന്നും വയ്യ അതെടുത്ത് തിന്ന്. എന്താ പെയിൻ കില്ലേഴ്സ് എടുത്ത് കുടിക്കുക. ആ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം ഒരു പെയിൻ കില്ലർ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇന്നാ പുതിയ ഫോൺ, അതിൽ എൻ്റെ നമ്പർ മാത്രമേ സേവ് ആക്കിയിട്ടുള്ളൂ. നീ അതിൽ നിന്ന് അലക്സിനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. അല്ല, എന്റെ ഫോണ് കാണാതായത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? എനിക്കൊന്നും വേണ്ട നിന്റെ ഫോണ്, നീ തന്നെ വെച്ചോ. മര്യാദക്ക് ഈ ഫോൺ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിന്റെ എല്ലാ കാര്യവും എനിക്കറിയാം, പിന്നെയാണ് ഒരു ഫോൺ പോയ കാര്യം അറിയാത്ത വലിയ പണി. ആ ഞാൻ വാങ്ങിക്കാം. കുറച്ച് സമാധാനം തരുവോ? അതെന്റെ പെണ്ണിന് ഈ ജീവിതത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെ ഈ ഫോണിൽ നിന്ന് ആർക്ക് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും അതെനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് അലക്സിനെ വിളിക്കാതെ മോളെ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഓ പിന്നെ എന്തിനാ എനിക്കിപ്പോ ഫോണ്? ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയല്ലോ.